Herzlichen willkommen zu unserer neue Video von I+. അങ്ങനെ I+ ജർമ്മൻ കരിയറിലേക്ക് ഒരു ചുവട് വെക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ ആദ്യത്തെ സെക്ഷനിലേക്ക് നമുക്ക് കടക്കാം. നമ്മുടെ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് എന്തുകൊണ്ട് ജർമ്മൻ പഠിക്കണം, അല്ലെങ്കിൽ ജർമ്മൻ കൊണ്ടുള്ള ആവശ്യകത എന്ന ടോപ്പിക്കിനെ പറ്റിയാണ് ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം നമുക്കത് നോക്കിയാലോ. നെസസിറ്റി ഓഫ് ജർമ്മൻ, ജർമ്മൻ കൊണ്ടുള്ള ആവശ്യകത നമ്മൾക്ക് ഓരോന്ന് പരിചയപ്പെടാം. ഒന്നാമത്തെയാണ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്, രണ്ടാമത്തത് കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്, മൂന്നാമത്തത് ട്രാവൽ ആൻഡ് ടൂറിസം, 4 എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്, 5 ബിസിനസ് ആൻഡ് ട്രേഡ്. നമുക്ക് ഓരോന്ന് പരിചയപ്പെടാം. ആദ്യത്തെയാണ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്. നമ്മൾക്കറിയാം ജർമ്മനി പലതരത്തിലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് നമ്മൾക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ഹെൽത്ത് കെയർ പ്രൊഫഷണൽസ്, ഫുഡ് ടെക്നോളജി, ഫുഡ് ടെക്നീഷ്യൻ, അല്ലെങ്കിൽ ഡെൻ്റൽ ടെക്നീഷ്യൻ, അല്ലെങ്കിൽ ഡെൻ്റൽ അസിസ്റ്റൻസ്, അങ്ങനെ പല ഫീൽഡിലേക്കുള്ള കാര്യങ്ങൾ നമുക്ക് ജർമ്മൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിലേക്കൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത്. ജർമ്മൻ പഠിക്കുന്ന ഒരാൾക്ക് ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസിലേക്ക് എല്ലാം അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. രണ്ടാമത്തെയാണ് കൾച്ചറൽ അണ്ടർസ്റ്റാൻഡിങ്. നമുക്കറിയാം ജർമ്മനി എന്ന് പറയുന്ന രാജ്യം നല്ലൊരു സംസ്കാരത്തിന് പേര് കേട്ട ഒരു കൺട്രിയാണ് ജർമ്മനി എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ സംസ്കാരം നമ്മൾക്കൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ, അല്ലെങ്കിൽ അവിടുത്തെ ഹിസ്റ്ററി, അല്ലെങ്കിൽ വേ ഓഫ് ലൈഫ് എന്ന് പറയുന്ന പല കാര്യങ്ങളും നമുക്ക് ജർമ്മനി പോയി എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം ഇതിന് നമുക്ക് വേണ്ടത് ജർമ്മൻ ലാംഗ്വേജ് എന്ന് പറയുന്ന കാര്യം മാത്രമാണ് നമുക്ക് വേണ്ടത്. ജർമ്മൻ പഠിക്കുന്ന ഏതൊരു വ്യക്തിക്കും, അല്ലെങ്കിൽ ജർമ്മൻ പഠിച്ച ഏതൊരു വ്യക്തിക്കും അവിടുത്തെ കൾച്ചറൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. മൂന്നാമത്തതാണ് ട്രാവൽ ആൻഡ് ടൂറിസം. നമ്മൾക്കറിയാം നമ്മളെല്ലാവരും യാത്ര ചെയ്യാൻ ഇഷ്ടമുള്ളവരാണ്. അതുകൊണ്ട് നമ്മൾക്ക് ജർമ്മനി എന്ന് പറയുന്നത് എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു രാജ്യമാണ്. കാരണം അവിടുത്തെ ഒരു ട്രാവൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം അവിടെ ഒത്തിരി കണ്ടിരിക്കേണ്ടതായിട്ടുള്ള കുറേ സ്ഥലങ്ങൾ നമുക്ക് ജർമ്മനി നൽകുന്നുണ്ട്. അതപ്പോൾ നമുക്കെല്ലാം എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനെല്ലാം നമുക്ക് ജർമ്മൻ ലാംഗ്വേജ് ആണ് വേണ്ടത്. ജർമ്മൻ പഠിച്ച ഒരാൾക്ക് അവിടെ പോയി മറ്റുള്ളവരുമായിട്ട് ഇടപഴകാനും, അല്ലെങ്കിൽ അവിടുത്തെ ഒരു എക്സ്പീരിയൻസ് നമുക്കൊന്ന് മനസ്സിലാക്കാനും സാധിക്കും. നാലാമത്തെയാണ് എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ച്. നമുക്കറിയാം ജർമ്മനി എന്ന് പറയുന്നത് ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകുന്ന ഒരു കൺട്രിയാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പല സ്ഥലങ്ങളിലും +2 കഴിഞ്ഞ വിദ്യാർത്ഥികൾ, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് ഏറ്റവും അത്യാവശ്യകതമായിട്ടുള്ള ഒരു കൺട്രിയാണ് ജർമ്മനി എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് നിങ്ങൾക്ക് +2 കഴിഞ്ഞു, അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞു, നിങ്ങൾക്ക് ജർമ്മനി പോയി നിങ്ങളുടെ ഫർദർ സ്റ്റഡീസ് നിങ്ങൾക്ക് അവിടെ നടത്തുവാനായിട്ട് സാധിക്കുന്നു. അതിലൂടെ നിങ്ങൾക്ക് അവിടെ ഒരു നല്ല കരിയറും കൂടെ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു. ദെൻ 5ാമത്തെ കാര്യമാണ് ബിസിനസ് ആൻഡ് ട്രേഡ്. നമ്മൾക്കറിയാം പലതരത്തിലുള്ള ബിസിനസ്സും അല്ലെങ്കിൽ ട്രേഡിംഗ് കമ്പനീസുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന ഒരു കൺട്രിയാണ് ജർമ്മനി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ജർമ്മനി എന്ന് പറയുന്ന കൺട്രിയുമായിട്ട് ഒരു ബിസിനസ് റിലേഷൻഷിപ്പ്, അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് റിലേഷൻഷിപ്പ് പുലർത്തുവാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് അറിഞ്ഞിരിക്കുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് ആ ബിസിനസ് മേഖലകളിലും അല്ലെങ്കിൽ ട്രേഡിംഗ് മേഖലകളിലേക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഒരു കരിയർ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുന്നു. അപ്പം ഇത്രയായിരുന്നു നമ്മുടെ നെസസിറ്റി ഓഫ് ജർമ്മൻ എന്ന് പറയുന്ന കാര്യത്തെ പറ്റിയുള്ള ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പം എല്ലാവർക്കും ഒരു ഓവറോൾ ഐഡിയ കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ സെക്ഷൻ ഞാൻ വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക് യു.